ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വിജയ ലൈഫ് ഡയറി. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ സെക്ഷനാണ്. മുന്നേ നമ്മൾ സബ് ടൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ ഇനേബിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഇന്ന് നമ്മൾ കോപ്പിറൈറ്റ് അലേർട്ട്സ് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ പലപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ കോപ്പിറൈറ്റ് നോട്ടീസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്പോഴേക്കും കുറേ വ്യൂസ് വന്നിട്ടുണ്ടാവും, കുറേ വാച്ച് ടൈമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ പിന്നീട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനേ ഓപ്ഷനുള്ളൂ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണെങ്കിൽ. അപ്പോൾ കോപ്പിറൈറ്റ് അലേർട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഏത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ BGM ആണോ ആ ഒരു ടൈം ചിലപ്പോൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതെങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ചാനൽ. അപ്പോൾ അത്രയും കിട്ടിയ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കളയണ്ട. അപ്പോൾ നമുക്ക് കാണിക്കാം. അതുകൂടാതെ നിങ്ങളൊരു പുതിയ വ്ളോഗറാണ് എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അലേർട്ട്സ് ഒക്കെ എവിടെയാണ് കാണാൻ പറ്റുക, എന്താണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് കാണിക്കാം. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാം. എവിടേക്കാണ് നോക്കേണ്ടത്, നമ്മൾ എവിടെയൊക്കെ അലേർട്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും ഇതേപോലെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം കോപ്പിറൈറ്റ് അലേർട്ട്സ് എവിടെയാണ് വരിക, നമ്മളെങ്ങനെ അറിയുക, നമ്മൾ എവിടെയൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡ് അറിയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. നമ്മളെപ്പോഴും ഫുൾ ടൈം ഇതിൽ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് വീഡിയോ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനാണ്. നമ്മളിത് ചെയ്യുമ്പോൾ കണ്ടോ, ഓരോ വീഡിയോസിന് നേരെ, ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് നേരെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം കാണിക്കുന്നുണ്ട്, മറ്റ് വീഡിയോസിന് നേരെ ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇതിനു വേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഇങ്ങനൊരു ഈ ഒരു മ്യൂസിക്കിന് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് അലർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ചാനലിൽ. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. അപ്പോൾ ഞാനത് എടുത്തു വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ഇത് ഒന്ന്. ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കോപ്പിറൈറ്റ് നോട്ടീസസ് എന്ന് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ സെയിം വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലങ്ങളെ നോക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ നിങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിൽ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കോപ്പിറൈറ്റ് സ്റ്റാറ്റസ്. ഇവിടെ ലാസ്റ്റത്തെ സ്മൈലാണ് കാണിക്കുന്നത്, അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ല എന്നാണ്. അതേ കണ്ടോ, യു ഹാവ് 0 കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ കണ്ട അലേർട്ട് എന്തായിരുന്നു എന്നുള്ളത്, അത് കോപ്പിറൈറ്റ് ജസ്റ്റ് ഒരു അലേർട്ട് മാത്രമാണ്, സ്ട്രൈക്ക് അല്ല. അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇവിടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്റ്റാറ്റസും കാണാൻ പറ്റും, നമുക്ക് കോപ്പിറൈറ്റ് സ്റ്റാറ്റസും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അലേർട്ട് എപ്പോഴും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്കും വരും. അതായത് കോപ്പിറൈറ്റ് കണ്ടൻറ്റ് നമ്മുടെ വീഡിയോസിൽ ഉണ്ടെങ്കിൽ മെയിലും വരും. അപ്പോൾ നമ്മൾ മെയിൽ ബോക്സും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മെയിൽ ബോക്സ് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓക്കെ, അപ്പോൾ എന്താണ് ആ കോപ്പിറൈറ്റ് അലേർട്ട്സ് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ അവിടെ. ഇപ്പോൾ ആ വീഡിയോൻ്റെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാർഡ് സബ് ടൈറ്റിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷൻ കൂടി കാണാം. ഇത് കോപ്പിറൈറ്റ് അലേർട്ട്സ് ഉള്ള വീഡിയോസിന് മാത്രമേ ഇത് വരുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവാറില്ല. അവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് യു ക്യാൻ സ്റ്റിൽ മോണിറ്റൈസ് ദ വീഡിയോ. കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റ് ചാനലിൽ നിന്ന് മാറ്റണമെന്ന് ഒരിക്കലും അതിൻ്റെ ഓണർ പറയുന്നില്ല. കാരണം ഇതിൽ നിന്ന് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു അലേർട്ടിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം പോകും. നമ്മുടെ വീഡിയോ ആഡ്സിൽ നിന്നൊക്കെ വരുന്നൊരു വരുമാനം അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴെ കാണാൻ പറ്റും. കണ്ടോ, ഈ പറഞ്ഞ മ്യൂസിക് കമ്പോസിഷൻ 3:5 തൊട്ട് 4:37 വരെയുള്ള ആ വീഡിയോ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ക്ലെയിമെൻ്റ് ആരാണ് ക്ലെയിം ചെയ്തേക്കുന്നത്, പോളിസി, ഫയൽ ഡിസ്പ്യൂട്ട്, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം. പ്ലേ മാച്ച് കണ്ട, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വീഡിയോ ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു വീഡിയോയിൽ മാത്രം അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഡ്യൂറേഷൻ അവരെന്തോ അത് ഡിറ്റക്ഷൻ്റെ ഒരു ഇഷ്യൂ ആണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആ സമയത്ത് കുറേ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു, പലരും ക്ലെയിം ചെയ്യും യൂട്യൂബിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ് തന്നെ വളരെ റോങ് ആണ്, പലപ്പോഴും ഇല്ലാത്ത കാര്യത്തിനൊക്കെയാണ് ഇങ്ങനെ ക്ലെയിം വരിക എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ ആളുകൾ, കമ്പോസേഴ്സ് തന്നെ അവർ ഈ ഇഷ്യൂസൊക്കെ പറയുന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ കണ്ടൻ്റ് അല്ല. നമ്മൾ മറ്റുള്ളവരുടെ യൂസ് ചെയ്യുമ്പോൾ ഈ വക ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ബെൻ സൗണ്ടാണ്. ബെൻ സൗണ്ടിൽ നിന്ന് എടുക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു ട്രാക്കിന്. അപ്പോൾ ഈ ഒരു സെക്ഷൻ, ഈ ഒരു മ്യൂസിക് എടുത്ത് മാറ്റണം. നമുക്ക് ഈ വീഡിയോ എടുത്ത് കളയണ്ട, അതോടൊപ്പം നമ്മുടെ വരുമാനം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ഡ്യൂറേഷൻ നമ്മൾ വേറൊരു മ്യൂസിക് കയറ്റണം. അതെങ്ങനെ കയറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ടൈം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 3:05 3:05 to 4:37 ആണ് കാണിക്കുന്നത്. ഒരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വയ്ക്കുകയാണ്. 4:37. ഇനി നമുക്ക് ഇവിടെ ടോപ്പിൽ ഓഡിയോ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങോട്ട് പോകാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു സെക്ഷൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്, ആഡ് ഓർ റീപ്ലേസ് ഓഡിയോ ഇൻ യുവർ വീഡിയോ. മ്യൂസിക് ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കംപ്ലീറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ വീഡിയോന് കൊടുക്കാം. പക്ഷേ നമുക്ക് സംസാരമൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് അങ്ങനെ കണ്ണടച്ച് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ആ ട്രാക്കിൻ്റെ ടൈം ഡ്യൂറേഷനൊക്കെ നോക്കിയിട്ട് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യണം BGM. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ താഴെ കാണിക്കും, ഇത് യൂട്യൂബിൻ്റെ ഓഡിയോ ട്രാക്കിൽ നിന്ന് കാണിക്കുന്ന മ്യൂസിക്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഫ്രീ ആണ്. ഇത് നമുക്ക് കണ്ണടച്ച് യൂസ് ചെയ്യാം, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണെന്ന് നോക്കാം. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും, കേൾക്കാം ഏതൊക്കെ മ്യൂസിക് എന്നുള്ളത്. ഇവിടെ കുറേ ഉണ്ട്. നിങ്ങളുടെ ഈ ജനറേഷൻ മാറ്റി കഴിഞ്ഞാൽ ഹിപ്പ് ഹോപ്പ്, പോപ്പ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. സിനിമാറ്റിക്, ആംബിയൻറ്റ്, അങ്ങനെ നല്ല പ്ലസൻറ്റ് മൂഡുള്ള മ്യൂസിക്കൊക്കെ കിട്ടും. അല്ലെങ്കിൽ പോപ്പ് വേണമെന്നുള്ള പോപ്പ്, നിങ്ങളുടെ വീഡിയോ ഏതാണോ ആ സന്ദർഭത്തിന് അനുസൃതമായിട്ടുള്ള BGM സെലക്ട് ചെയ്യുക. ഇതൊക്കെ കുഴപ്പമില്ല. മറ്റേത് പോപ്പായിരുന്നു, അപ്പോൾ ഭയങ്കര അടിച്ചുപൊളി സോങ്സാണ്. അപ്പോൾ ആ ഒരു സീൻ നമുക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ നമുക്ക് ന്യൂ ലാൻഡ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആഡ് ടു, റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, ആഡ് ടു വീഡിയോ കൊടുക്കുക. അപ്പോൾ കണ്ട മുകളിൽ കാണുന്നുണ്ട്. ഈ കണ്ട നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അതായത് എവിടെ തൊട്ട് എവിടം വരെയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ടൈം നോക്കി വെച്ചിട്ടുണ്ട്, 3:05 to 4:37 ആണ്. അപ്പോൾ നമുക്ക് 3:05 to 4:37 സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ ടൈം കാണിക്കുന്നുണ്ടോ, 3:05 ആണ് ടൈമിക്ക്. നമുക്കൊരു 3:04 വയ്ക്കാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേണ്ട. അത് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. 3:05 to 4:37. അപ്പോൾ നമ്മളിത് ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ 3:04 സ്റ്റാർട്ടിങ് വെച്ചിട്ടുണ്ട്. ഇനി 4:37 നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 4:37 ഡ്രാഗ് ചെയ്ത് 4:37 വരെ. അത് ഞാൻ 4:38 വരെ വയ്ക്കാം. അല്ല, ഓക്കെ, 4:37 ആക്കി. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താവും എന്നുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ കറക്റ്റായി. ഇനി ഇവിടെ 4:37 ആയിരുന്നു. അതിപ്പോൾ കുറച്ചും ഇങ്ങോട്ട് നീക്കേണ്ടി വരും. 4:38 ആക്കി. പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടിട്ട് പോവാന്ന് വെച്ച് നിൽക്കുകയാണ്. അല്ല, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പോൾ ഞാനത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പ്. നിങ്ങളുടെ കറക്റ്റ് ഡ്യൂറേഷൻ എത്രയാണോ മറ്റേ കോപ്പിറൈറ്റ് നോട്ടീസ് വന്നേക്കുന്ന ആ ഡ്യൂറേഷൻ ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വേണ്ടാതെ റിവേർട്ട് ഒറിജിനൽ കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആവും. അപ്പോൾ നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. സേവ് കൊടുത്തു. while edits are processed, users will continue to see the current version of your video. അതായത് ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റിൽ പഴയ വീഡിയോ തന്നെയായിരിക്കും വ്യൂവേഴ്സിന് കാണാമെന്നുള്ളതാണ് അവർ പറയുന്നത്. അത് കുഴപ്പമില്ല. നമുക്ക് സേവ് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ബീറ്റ
ആ സ്ഥലത്തൊക്കെ ചെയ്യുന്ന എഡിറ്റൊക്കെ കുറേ ടൈം എടുക്കും. പിന്നെ ഓൺലൈനായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ടൈം എടുക്കാറുണ്ട്. നിങ്ങളുടേതായ വീഡിയോ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചൊക്കെ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇത് നമുക്ക് നോക്കാം എന്തായാലും. കണ്ട, നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ വീഡിയോ മാനേജറിൽ വന്നപ്പോൾ കാണിക്കുന്നുണ്ട് എഡിറ്റ് ഇൻ പ്രോഗ്രസ്. കാരണം ഇത് പലപ്പോഴും കൂടുതൽ ടൈം എടുക്കാറുണ്ട്. കാരണം ഇത് ഓൺലൈനായിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ബീറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും ഇവിടെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കലും ഇടയിൽ എന്തെങ്കിലും പുതിയതായിട്ട് കയറ്റുക എന്നുള്ളത് ചെയ്യുമ്പോൾ ഒക്കെ കൂടുതൽ ടൈം എടുക്കും. നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത്തും മറ്റു കാര്യങ്ങളനുസരിച്ച് അത് ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കാം, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോഴും എഡിറ്റ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം എന്തായെന്നുള്ളത്. അപ്പോൾ എന്തായെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, അപ്പോൾ ഇവിടെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 10 to 15 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോ എന്തായാലും നോക്കാം. കണ്ടോ, നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും കോപ്പിറൈറ്റ് അലേർട്ട് പോയി. കണ്ടോ, അപ്പോൾ ഇവിടെ മറ്റേ കോപ്പിറൈറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, അത് കാണാണ്ടായി. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായി നോക്കാം. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി പുതിയത് 4:37 കണ്ടാ. അപ്പോൾ ജസ്റ്റ് ആ ടൈമിങ് കറക്റ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അത് കാര്യമാക്കണ്ട. കാരണം ഇത് ജസ്റ്റ് ഒരു ട്രെയിനിങ് ക്ലാസ് ആണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പരിപാടി. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാം. ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പലരും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരും കുറേ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയാം. അപ്പോൾ പലർക്കും ഈ നമ്മൾ ഇത്രയും വ്യൂസ് കിട്ടിയ വാച്ച് ടൈം കിട്ടിയ വീഡിയോസൊക്കെ പെട്ടെന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അലേർട്ട്സ് വരുമ്പോൾ റിമൂവ് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് കളയാം. അത്രയും ഡ്യൂറേഷൻ നമുക്ക് കളയാൻ പറ്റും. പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ അലേർട്ട് വന്നപ്പോൾ എനിക്ക് ആ പർട്ടിക്കുലർ ഡ്യൂറേഷൻ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചർ കാരണമാണോ ഇപ്പോൾ ആ മ്യൂട്ട് ഓപ്ഷൻ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ മ്യൂട്ട് ഓപ്ഷൻ കാണാറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കാരണം ഞാൻ ആ മ്യൂട്ട് ഓപ്ഷൻ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ മ്യൂട്ട് കണ്ടില്ല. പകരം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവരും BGM ഒക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ബെൻസൗണ്ട് ഒരു ട്രസ്റ്റഡ് സോഴ്സാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ സോങ് തന്നെ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടോ ഈ അവർ അൽഗോരിതം ഡിറ്റക്ഷൻ മെത്തേഡ് കറക്റ്റ് അല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു നോട്ടീസ് നമുക്ക് വന്നേക്കണേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ 3 സെക്ഷൻ കാണിച്ചു തന്നല്ലോ. ആ വീഡിയോ മാനേജർ അങ്ങനെ പിന്നെ കോപ്പിറൈറ്റിൻ്റെ ചാനലിൽ പോയിട്ട് കോപ്പിറൈറ്റിൻ്റെ സെക്ഷൻ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല, പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി വീണ്ടും നമ്മൾ ട്രാവൽ വ്ളോഗ്സ്, അൺബോക്സിങ്, മൂവി റിവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനിയും ചെയ്യാൻ കുറേ പ്ലാനുകളുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇനിയും വരാം നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.